Watch full episodes on Jio Hotstar. Ding bang! Ding bang! ഈ പവിത്ര ഗ്രന്ഥം ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളുടെ നെഞ്ചിടിപ്പാണ്, ഞങ്ങളുടെ നിശ്വാസമാണ്. അതെങ്ങാനും നീ ആവശ്യപ്പെട്ടാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. എനിക്ക് ദേഷ്യം വന്നാൽ ആ സൂര്യൻ വരെ ദഹിച്ചു പോകുന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് മറക്കാതിരുന്നാൽ നന്ന്. നടക്ക്. ടൈഗർ ചാങ്, നിങ്ങളെ കണ്ടാൽ ബുദ്ധിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഓഫറിനെ മാസ്റ്റർ ഹിം നരേഷ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലായിരിക്കും. ജീവിതകാലം മുഴുവനും ആഘോഷിച്ച് ജീവിക്കാം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നിനക്കറിയാലോ. ഞാനൊന്ന് ഞൊടിച്ചാൽ ആ ഉദയ സൂര്യന്റെ പ്രകാശം വരെ ഇരുളായി മാറും. കൂരിരുട്ട്. ടൈഗർ ചാങ്! നാളെ രാവിലെ 5 മണി മുതൽ ട്രെയിനിങ് ആരംഭം. ചേട്ടാ, അതൊന്ന് കാണിച്ചേ. പൊളിച്ചടുത്തല്ലോ. ഇത്രയും ദൂരം നടന്ന് എന്റെ തല വേദനിച്ചിട്ട് വയ്യ. നിങ്ങളൊക്കെ ഷോപ്പിങ്ങിന് പോയിക്കോളൂ. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. പെട്ടെന്ന് ഇങ്ങോട്ടിടെ.
ഇതെന്ത് കളിയാ ഇവര് കളിക്കുന്നത്? ഇവര് ഫുട്ബോളാണ് കളിക്കുന്നത്. പക്ഷെ ഇവർക്ക് ആരും ഇതുവരെ ഫുട്ബോൾ ട്രെയിനിങ് കൊടുത്തിട്ടില്ല. കണ്ടല്ലോ എത്ര ഫൗളാണ് ഇവര് ചെയ്യുന്നതെന്ന്. അത് ഫൗളായതല്ല, ആ കളി അങ്ങനെയാ. ഇതിനെയാണ് ഡ്രാഗൺ ബോൾ എന്ന് പറയുന്നത്. ഇതില് കാലുകൊണ്ട് ബോൾ എടുത്ത് ഡ്രാഗന്റെ വായിലേക്ക് ഇടണം. ഓഹോ, കണ്ടില്ലേ ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? ഫുർഫുറി നഗരത്തിലെ ടീമാ. ഇതാ ഈ വോട്ടു അവരുടെ ക്യാപ്റ്റൻ. വരൂ, എന്നാ പിന്നെ നമുക്ക് മാച്ച് തുടങ്ങാം. വാ, നമുക്ക് ഇവിടുന്ന് പോവാം. മോനെ, ഇവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ ടൈഗർ ചാങ്ങിന്റെ കൂടെ അവിടെ എന്റെ ഗ്രാമത്തിൽ വന്നവനാ. ആ, ഇത് അവരാ. വളരെ മോശക്കാരാ. വാ, നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാം. എന്താ പേടിച്ചു പോയോ? ഫുർഫുറി നഗരത്തിലെ വീരശൂര പരാക്രമികള് പേടിച്ചു പോയോ? ആ? സുഹൃത്തുക്കളെ, ഇതാ നിൽക്കുന്ന കണ്ടില്ലേ? ഇവനാണ് മോട്ടു. ഇവനാണ് ടൈഗർ ചാങ്ങിനെ ചലഞ്ച് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് ഗോളടിക്ക്, ഞങ്ങൾ ഞങ്ങളുടെ കാലും കൊണ്ട് ഗോളടിക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, അല്ലെങ്കിൽ വീട്ടിൽ പോയി മിണ്ടാതിരുന്നോണം. ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് അറിയട്ടെ, ഫുർഫുറി നഗരത്തിലെ ചൂണക്കുട്ടികള് തോറ്റു തൊപ്പിയിടുന്നത്. മതി, കുറെ നേരമായി ഇവൻ നമ്മളെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. ചെരുപ്പ് മനസ്സിലാക്കണം, എപ്പോഴും അതിന്റെ സ്ഥാനം കാലിലാണെന്ന്, അല്ലാതെ തലയിലല്ലെന്ന്. വരൂ കൂട്ടുകാരെ, കൈയും കൊണ്ട് ഗോളടിക്കാൻ നമുക്കും പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാം. വരൂ, ഇനി നമ്മൾ പുറകിലേക്കില്ല. എന്ത് തന്നെയാണെങ്കിലും അത് നമുക്ക് നേരിടാം. ഞങ്ങള് കൈ കൊണ്ട് ഗോൾ അടിക്കാം, നിങ്ങൾ കാലുകൊണ്ടും. നിനക്കൊക്കെ ഞങ്ങളുടെ കാല് തന്നെ അധികമാണ്. ഓക്കെ, സ്റ്റാർട്ട് ഗെയിം. പൊളിച്ചെടുത്തല്ലോ. ഇതെന്താ ഇവിടെ ആകെ ഇരുട്ടാണല്ലോ, എനിക്കൊന്നും കാണുന്നില്ല. ആരെങ്കിലും ഒന്ന് ലൈറ്റ് ഇടണേ. ഇത് ചീറ്റിംഗ് ആണ്. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് പകരം ആളുകളെ വീഴ്ത്താനാ നോക്കുന്നേ. ഇത് ഫൗളാ. ശരി, അവരോട് ഞങ്ങളെ അടിക്കാൻ പറ. ഞങ്ങള് വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഈ ഗെയിമിൽ എല്ലാം അനുവദനീയമാണ്. അത് ശരി, ഇവന്മാരെ ചീറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇവന്മാരെ പാഠം പഠിപ്പിക്കാനുള്ള സമയമായി. ഇന്നങ്ങോട്ട് കഴിക്ക, എന്നിട്ട് പണി തുടങ്ങ. ചെല്ലു പിള്ളേരൊക്കെ വീട്ടിൽ പോയി മമ്മി വിളിക്കുന്നുണ്ട് നിങ്ങളെ. ഒന്നുകൂടെ കളിക്കുന്നോ? ഒന്നുകൂടിയോ? ഒന്നുകൂടി അടി കിട്ടിട്ട് ഇവന്റെ വയറ് നിറഞ്ഞില്ലെന്നാ തോന്നുന്നത്. പറ്റി തോലച്ചു. ഇല്ല ഇല്ല, രണ്ട് ടീമിന്റെ സ്കോർ തുല്യമായിരിക്കുകയാണ്. ഒരു മിനിറ്റിനുള്ളിൽ കളി അവസാനിക്കുന്നതാണ്.
ഞങ്ങളടുത്തും കുറച്ച് സീക്രട്സ് ഉണ്ട്. ഇതെങ്ങനെ സംഭവിച്ചേ? അപ്പൊ ഇവനിതെങ്ങനെ ചെയ്തേ? ഇങ്ങനെയൊന്നും ഒരിക്കലും കളിക്കാൻ സാധിക്കില്ല. ആർക്കും ഒരിക്കലും ഇങ്ങനെ കളിക്കാൻ സാധിക്കത്തില്ല. ബോട്ടു, എടോ ബോട്ടു, ബോട്ടു ഒന്ന് നിന്ന്. നീ ഇതെങ്ങനെ സാധിച്ചെടുത്തു ബോട്ടു? ഞങ്ങളുടെ ഗെയിമിന്റെ സീക്രട്ട് ആരോടും പറഞ്ഞു തരില്ല. ഓ, അത് കുഴപ്പമില്ല മോനെ. നീ ടൈഗർ ചാങ്ങുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുമല്ലോ, അപ്പൊ ഇടിച്ച് പറയിപ്പിച്ചോളൂ. ആ ടൈഗർ ചാങ് ഉണ്ടല്ലോ, നിന്നെ ഇടിച്ചിടിച്ച് ഭൂമിയെ പോലെ ഇതാ ഇങ്ങനെ പരത്തി വെക്കും. ഭൂമി പറന്നിട്ടല്ലടാ, ഉരുണ്ടിട്ടല്ലേ? അല്ലേ, ഭൂമി പരത്തിട്ടല്ലേ? നോക്ക് നോക്ക്, നീ താഴേക്ക് നോക്ക്. താഴെ എവിടെയാ ഉരുണ്ടിരിക്കുന്നത്? എല്ലാം പരന്നിട്ടാ ഉള്ളത്. ശരി, എന്നാ നീ തന്നെ പോയി നോക്കിട്ട് വാ. പറന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ എന്ന്. ഞാൻ ഒരു സ്കൂളും കൂടി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിന്റെ മണിപ്പുരയിലാണ്. ഇതെന്താ? നീ എവിടുന്ന് വന്നു വീണത്? ഭൂമി ഉരുട്ടതാണ് ബോസ്, ഭൂമി ഉരുട്ടതാ. ഞാൻ കണ്ടതാ. ഞാൻ പോയി ഞാനേ കണ്ടുള്ളൂ ബോസ്. ഭൂമി ഉരുട്ടത് തന്നെയാ. ഞാൻ ഗാലക്സി പോയി നോക്കിയിട്ടുള്ള വരവാ. അവൻ എന്നെ ഒരു ഒറ്റ ഇടിക്കല്ലേ ബോസ് സകല ഗാലക്സി കാണിച്ചത്. ആ മോട്ടുണ്ടല്ലോ ബോസ്, അവൻ ഭയങ്കര. അവരോട് ഫൈറ്റിന് പോവട്ടെ ബോസ്. അവൻ നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്തായി പിച്ചുമ്പയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഗാർഡ്സ്, ഇയാളെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇവന്റെ തലക്കിട്ട് നല്ല അടി കിട്ടിയത് കാരണം അവൻ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോസ്, ബോട്ടിനോട് ഫൈറ്റ് ചെയ്യാൻ പോകട്ടെ ബോസ്. അവൻ നിസാരക്കാരനല്ല, അവൻ തയ്യാറായ ബോസെ വന്നിരിക്കുന്നത്. അവൻ ബോസിനെ കാണിച്ചു തരും ഭൂമി ഉരുട്ടതാണെന്ന്. വിടറാ വിടറാ, എന്നെ വിടറാ. ഞാനത് പറഞ്ഞോട്ടടേ, ഇടം വിടറാ ബോസേ. ഇങ്ങോട്ട് ആരാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ബോസ്? ഫുർഫുറി നഗറിൽ വെച്ച് ഒരുത്തനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്തത്. അതും എന്നെ എന്റെ ഗ്രാമത്തിൽ തന്നെ വന്ന് തോൽപ്പിക്കുമെന്ന്. അത് അവൻ തന്നെയാണ്. അവൻ ഇവിടെയും എത്തിയോ? അതും മാസ്റ്റർ ഹിം നരേഷിന്റെ കീഴിൽ ട്രെയിനിങ് എടുക്കാനായി. ടൈഗർ ചാങ്, നിങ്ങൾ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക. പിന്നെ വിശ്രമമേ പാടില്ല. അവൻ നിന്റെ കൂടെ മത്സരിക്കാനായി ഇത്രയും ദൂരം വന്നിരിക്കുകയല്ലേ? അതും മാസ്റ്റർ ഹിം നരേഷിന്റെ ശിക്ഷണത്തിൽ നിന്നും വന്നിരിക്കുകയാണ്. അവനെ നീ നിസ്സാരമായി കരുതരുത്. അവനിൽ എന്തോ പ്രത്യേകതയുണ്ട്. നിങ്ങൾ പോയി എല്ലാത്തിനും തയ്യാറെടുക്ക്, അതും ജാഗ്രതയോടെ. ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്, ഈ രണ്ട് കാര്യങ്ങളും ഓർമ്മ വെക്കണം. ഏത് കാര്യത്തിലും നല്ല ഫോക്കസ് ഉണ്ടായിരിക്കണം. പിന്നെ തങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാകണം, നല്ല ഫെയ്ത്ത് ഉണ്ടാകണം. എങ്കിൽ നിനക്ക് എല്ലാം ചെയ്യാൻ കഴിയും. യെസ് മാസ്റ്റർ. ആദ്യം താഴെ പട്ടണത്തിൽ നിന്നും വെള്ളം കൊണ്ടുവരൂ. എന്നിട്ട് ഈ ഡ്രം നിറയ്ക്കൂ. ഒരിക്കൽ നിറച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ട്രെയിനിങ് നമുക്ക് തുടരാം. യെസ് മാസ്റ്റർ. ഇത്രയും താഴെ പോയിട്ട് വെള്ളം എടുത്തിട്ട് മുകളിലേക്ക് വരണോ? ഇതെന്നെ കൊണ്ട് പറ്റില്ല. താഴേക്ക് എന്നെ കൊണ്ട് പോകാൻ പറ്റും, പക്ഷെ വെള്ളം കൊണ്ട് മുകളിലേക്ക് എങ്ങനെയാ വരിക? മാസ്റ്റർ, ഞാൻ ജീവനം കൊണ്ട് ഓടാൻ വേണ്ടി ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്. അപ്പൊ പിന്നെ മാസ്റ്ററിന് എനിക്ക് മാർഷൽ ആർട്സ് പഠിപ്പിക്കണ്ടല്ലോ. മാർഷൽ ആർട്സിന് ബുദ്ധി മാത്രം പോരാ, ശരീരബലവും ഉണ്ടായിരിക്കണം. ഈ എക്സസൈസ് അതിനു വേണ്ടിയാണ്. വരൂ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊപ്പം താഴെ വന്നാൽ മാസ്റ്റർക്ക് ആരാണ് ആഹാരം ഉണ്ടാക്കുക? അതുകൊണ്ട് ഞാനും ഡോക്ടർ ജഡ്കയും ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണ്. ഞാനും നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. മോട്ടോ, നീ വെറുതെ വിഷമിക്കരുത്. വേണ്ട ചിങ്കം സാറേ, നിങ്ങൾ ഈ വീട്ടിലുള്ള ബാക്കി പണികൾ ചെയ്യ്. പൂന്തോട്ടത്തിൽ വെള്ളമൊഴിക്ക്, വീടെല്ലാം അടിച്ച് വൃത്തിയാക്ക്. ഞാനും ടിമ്മും മോട്ടോന്റെ കൂടെ പോയിക്കോളാം. ഓക്കേ. അത് മതി, എനിക്കിനി നടക്കാൻ വയ്യ. ഇനി കുറച്ചു നേരം വിശ്രമിച്ചിട്ട് നമുക്ക് പോവാം. ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്. മുത്തച്ഛൻ പറയാറുണ്ട്, നിങ്ങൾ പടികളിൽ ഫോക്കസ് ചെയ്യരുതെന്ന്, വെള്ളത്തിലായിരിക്കണം ശ്രദ്ധയെന്ന്. പിന്നെ കാണാൻ അത്ഭുതം, നിങ്ങൾ താഴെ എത്തുന്നത് അറിയുകയേയില്ല. ഓക്കെ, എന്നാ പിന്നെ ഞാനിനി വെള്ളത്തിൽ ഫോക്കസ് ചെയ്യാം. റെഡി? വെള്ളം 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 വെള്ളം.
അങ്ങനെ ഞാൻ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞു. അങ്ങനെ വെള്ളം നിറച്ചു. എന്റെ പത്തലോ, നീ എവിടെയാ? എനിക്ക് ഇനി നടക്കാൻ വയ്യ. ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ കാലാണെങ്കിൽ വേദനിച്ചിട്ടും വയ്യ. പിന്നെ ഈ വെള്ളം നിറച്ച 2 ബക്കറ്റ്. ഓ മോട്ടോ ഫോക്കസ് ഫോക്കസ്. ഓക്കെ, നീ എത്ര പ്രാവശ്യമാണ് മുകളിലേക്കും താഴേക്കും വരുന്നത് അതിനനുസരിച്ച് ഞാൻ കഴിക്കാനായി ഓരോ സമൂസ വീതം തരാം. സമൂസ തരുമോ? പൊളിച്ചേ! ഇനി ഒന്നും നോക്കാനില്ല, ഇനി ഫോക്കസ് മാത്രം. ടിം ടിം, നിനക്ക് ക്ഷീണമുണ്ട്, ഇവിടെ നിന്ന് കേട്ടോ. ഓക്കേ. സമൂസ 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 സമൂസ. Watch India's largest kids library only on Jio Hotstar. Download the app now.